എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. ചോദ്യപേപ്പർ കോഡ് 50/2017. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ കബനി. കബനിയാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദി. കേരളപ്പിറവി ദിനം ഏത്? തന്നിരിക്കുന്നവയിൽ എന്നാണ് കേരളപ്പിറവി ദിനം? ഓപ്ഷൻ ബി 1956 നവംബർ 1. 1956 നവംബർ 1 കേരളപ്പിറവി ദിനം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് ഏത്? മലനാട്, ഇടനാട്, പീഠഭൂമി, തീരപ്രദേശങ്ങൾ. തന്നിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി പീഠഭൂമി. പീഠഭൂമിയാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇല്ലാതിരുന്ന ഒരു ജില്ല ഏത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. റഫറൻസുകൾ പ്രകാരം കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇല്ലാതിരുന്ന ജില്ലകൾ ഇടുക്കിയും മലപ്പുറവുമാണ്. ഇടുക്കി രൂപപ്പെട്ടത് 1972 മലപ്പുറം 1969. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏത്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. റഫറൻസുകൾ പ്രകാരം കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളവും പട്ടണം കോട്ടയവുമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST കണക്കാക്കുന്ന രേഖ ഏത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST കണക്കാക്കുന്ന രേഖ ഏതാണ്? ഓപ്ഷൻ ബി 82.5 ഡിഗ്രി കിഴക്ക്. 82.5 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖ. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? തീരപ്രദേശം, കായൽ, മരുഭൂമി, ഡക്കാൻ പീഠഭൂമി. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏതാണ്? ഓപ്ഷൻ സി ആണ് മരുഭൂമി. മരുഭൂമിയാണ് തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി. ഭാരതീയർ പുണ്യനദിയായി കണക്കാക്കുന്ന നദി ഏത്? ഭാരതീയർ പുണ്യനദിയായി കണക്കാക്കുന്ന നദി? ഓപ്ഷൻ ഡി ഗംഗ. ഗംഗയാണ് തന്നിരിക്കുന്നവയിൽ ഭാരതീയർ പുണ്യനദിയായി കണക്കാക്കുന്ന നദി. താഴെ പറയുന്നതിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലാത്തതേത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. റഫറൻസുകൾ പ്രകാരം തന്നിരിക്കുന്നവയിൽ ചെന്നൈയും ഗോവയുമാണ് കേന്ദ്രഭരണ പ്രദേശം അല്ലാത്തത്. അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര്? അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ചാണക്യൻ. ചാണക്യനാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? ഓപ്ഷൻ സി 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത്? ഓപ്ഷൻ ഡി റാഡ്ക്ലിഫ്. റാഡ്ക്ലിഫ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത്? ഓപ്ഷൻ എ VP മേനോൻ. VP മേനോൻ ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത്. കേരളത്തിൽ വാഗൻ ട്രാജഡി നടന്ന സ്ഥലം ഏത്? കേരളത്തിൽ വാഗൻ ട്രാജഡി നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി തിരൂർ. തിരൂരായിരുന്നു കേരളത്തിൽ വാഗൻ ട്രാജഡി നടന്ന സ്ഥലം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്? ഓപ്ഷൻ സി ചേരിചേരാ നയം. ചേരിചേരാ നയമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏത്? ഇന്ത്യയിൽ
ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏതാണ്? ഓപ്ഷൻ ഡി കൃഷി മേഖലയാണ് ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല. റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ പെടാത്തതേത്? കാർഷിക വായ്പകൾ, ഗവൺമെൻറ്റിൻ്റെ ഉപദേഷ്ടാവ്, നോട്ട് അടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ കാർഷിക വായ്പകൾ. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി ഏത്? ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി മൈക്രോ ഫിനാൻസ് ആണ് ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ 20 ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് ഏത്? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ 20 ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ്? ഓപ്ഷൻ സി PSLV-C-34 ആണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ 20 ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ്. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലാണ് ഉൾപ്പെടുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം എത്ര? വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം? ഓപ്ഷൻ എ 10 രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പ് 10 രൂപയുടെ സ്റ്റാമ്പാണ്. ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര്? ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ് കേരളത്തിൻ്റെ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയുമാണ്. സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഏത്? സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഏതാണ്? ഓപ്ഷൻ സി ഗാർഹിക പീഡന നിരോധന നിയമം. ഗാർഹിക പീഡന നിരോധന നിയമമാണ് സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം. മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നു. ഇത് ഏത് നിയമപ്രകാരം കുറ്റകരമാണ്? മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നത് ഏത് നിയമപ്രകാരം കുറ്റകരമാണ്? ഓപ്ഷൻ ഡി സൈബർ നിയമം. സൈബർ നിയമപ്രകാരമാണ് മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നത് കുറ്റകരമാവുന്നത്. ഇൻഡിക്ക എന്ന യാത്രാ വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി ആര്? ഇൻഡിക്ക എന്ന യാത്രാ വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി? ഓപ്ഷൻ എ മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എന്ന യാത്രാ വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി. അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം? ഓപ്ഷൻ ബി മുഹമ്മദ് അലിയാണ് അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം. കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായി എന്നിവരുടെ പ്രവർത്തന മേഖലകളിൽ പൊതുവായത് ഏത്? ബാലവേല, സ്ത്രീ ശാക്തീകരണം, അവകാശങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായി എന്നിവരുടെ പ്രവർത്തന മേഖലകളിൽ പൊതുവായത് ഏതാണ്? ഓപ്ഷൻ സി അവകാശങ്ങൾ. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി? ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. തന്നിരിക്കുന്നവരിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ എ
അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി. അക്ബർ രൂപം കൊടുത്ത മതം ഏത്? ഓപ്ഷൻ ബി ദിൻ ഇലാഹി ആയിരുന്നു അക്ബർ രൂപം കൊടുത്ത മതം. ഒരാറ്റത്തിലെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരാറ്റത്തിലെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 2. ഒരാറ്റത്തിലെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്നത് 2 ഇലക്ട്രോണുകളാണ്. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ സി ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്. ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ തരം തിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ തരം തിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ഓപ്ഷൻ ബി അൻറ്റോയിൻ ലാവോസിയെ ആയിരുന്നു ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ തരം തിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ഓപ്ഷൻ ഡി 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ. അജിനോമോട്ടോ എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേരെന്ത്? ശരിയായ പേര് ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നതാണ് അജിനോമോട്ടോ എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേര്. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി വാട്ടാണ് ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്. സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കാണപ്പെടുന്നത്? ഓപ്ഷൻ എ നീല. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം? ഓപ്ഷൻ സി പ്ലവക്ഷമബലം മൂലമാണ് ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? ഓപ്ഷൻ ബി 46 എണ്ണം ആണ് മനുഷ്യരുടെ ക്രോമസോം സംഖ്യകൾ. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ക്യൂണിക്കൾച്ചർ എന്ന പേരിലാണ് ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നത് അറിയപ്പെടുന്നത്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ MBG സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കോഴിക്കോട് ജില്ലയിലാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? എയ്ഡ്സ്, ചിക്കൻ പോക്സ്, കോളറ, ഡെങ്കിപ്പനി. കൊടുത്തിരിക്കുന്നവയിൽ
വൈറസ് രോഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി. തന്നിരിക്കുന്നവയിൽ കോളറയാണ് വൈറസ് രോഗമല്ലാത്തത്. കോളറ ഒരു ബാക്ടീരിയൽ രോഗമാണ്. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന്? ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി, നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്. താഴെ കൊടുത്തവയിൽ വംശനാശം സംഭവിച്ച ജീവിയിനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ വംശനാശം സംഭവിച്ച ജീവിയിനം. ഓപ്ഷൻ എ, ക്വാഗ. തന്നിരിക്കുന്നവയിൽ ക്വാഗയാണ് വംശനാശം സംഭവിച്ച ജീവിയിനം. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഓപ്ഷൻ സി, ക്ഷയം. ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത്? ഇരവികുളം, പേപ്പാറ, സൈലന്റ് വാലി, ആനമുടിശോല. തന്നിരിക്കുന്നവയിൽ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി. തന്നിരിക്കുന്നവയിൽ പേപ്പാറയാണ് നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത്. പേപ്പാറ ഒരു വന്യജീവി സങ്കേതം മാത്രമാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എത്ര? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എത്രയാണ്? ഓപ്ഷൻ എ, 9 to 11 mg/100 ml. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് 9 to 11 mg/100 ml ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ ഡി, ഗ്രലിൻ. ഗ്രലിൻ എന്ന ഹോർമോണാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്തതായി നമുക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. He has been working there dash 1998. Option C, since. He has been working there since 1998. അടുത്ത ചോദ്യം, he is married. Option B, to my sister. He is married to my sister. Hardly dash see the picture. Option D, I could. Hardly I could see the picture. You will not pass unless. Option B, you work hard. You will not pass unless you work hard. They move to a bigger house dash they might live more comfortably. Option A, so that. They move to a bigger house so that they might live more comfortably. If Rahul played well. Option C, he would win the match. Dash the weather was bad. I arrived on time. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. Even though the weather was bad, I arrived on time. ഈ രീതിയിലും ഈ വാക്യം ക്രമപ്പെടുത്താവുന്നതാണ്. You will tell me how you trained your dog. Option D, won't you? Affable means. Option A, friendly. The opposite of disseminate is. Option B, withhold. One who is neither intelligent nor dull is called. Option C, mediocre. What is a black sheep? Option D, a disreputable member of a family or a group. The pen is mightier than. Option B, the sword.
The doctor gave him an injection to dash the temperature. Option C, bring down. The doctor gave him an injection to bring down the temperature. The new manager has dash many changes. Option A, brought about. The new manager has brought about many changes. Which of the following is grammatically correct? I have gone to Delhi yesterday. I has gone to Delhi yesterday. I went to Delhi yesterday. I have went to Delhi yesterday. Option C, I went to Delhi yesterday. Choose the correct word. Contagious. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. റൈറ്റ് ദ പാസീവ് വോയിസ് ഓഫ് ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ഓപ്ഷൻ ബി, സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് demolish? Option C, erect. I'm always dash trouble with my neighbors. Option D, having. I'm always having trouble with my neighbors. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏത്? ഓപ്ഷൻ സി, പ്രതിഗ്രാഹിക. കണ്ണീർ സന്ധി ഏത്? ഓപ്ഷൻ എ, ആദേശസന്ധി. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം ശരിയായ പദമേത്? അന്തഃഛിദ്രം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, അന്തഃഛിദ്രം. കാജം ശരിയായ അർത്ഥമേത്? ഓപ്ഷൻ ബി, കണ്ണാടി. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞ് എന്ന നോവലിൽ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ. ആരുടെ? മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞ് എന്ന നോവലിൽ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ. ആരുടേതാണ്? ഓപ്ഷൻ സി, സർദാർജി. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. മഞ്ഞ് എന്ന നോവലിൽ സർദാർജി എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ. ഉറൂബ് ആരുടെ തൂലികാനാമമാണ്? ഉറൂബ് എന്നത് ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ എ, PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമമാണ് ഉറൂബ് എന്നത്. 2015 വയലാർ അവാർഡ് നേടിയത്. 2015 വയലാർ അവാർഡ് നേടിയത് ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രനാണ്. 2024 വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരുവിലാണ്. അടുത്ത ചോദ്യം, വിവർത്തനം ചെയ്യുക. നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും. വിവർത്തനം ഓപ്ഷൻ ഡി, എ ഗുഡ് ഫ്രണ്ട് ഷോർട്ടൻസ് ദ ലോങ്സ്റ്റ് റോഡ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.